ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. വീക്കെൻഡൊക്കെ അല്ലേ, അപ്പം അല്പം ബീഫ് മേടിച്ചിട്ടുണ്ട്. അത് നന്നായി ഒന്ന് സെറ്റാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പം ആദ്യം കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, അല്പം വെളിച്ചെണ്ണയും പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഓക്കെ, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ല രീതിയിൽ തിരുമ്മി അങ്ങോട്ട് പിടിപ്പിക്കണം. അടിപൊളിയായിട്ട് ഇതേപോലെ നല്ല തിരുമ്മി അങ്ങോട്ട് പിടിപ്പിച്ച് ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടെന്ന് നോക്കാം. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ഗ്രീൻ ചില്ലി, ഇതൊക്കെ നമ്മൾ സ്ലൈസാക്കി റെഡിയാക്കിയിട്ടുണ്ട്. മസാലകളാണ് കേട്ടോ ഇത്രയും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഈ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇത് കൂട്ടി അങ്ങോട്ട് തിരുമണം. തിരുമലെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിക്ക് അങ്ങോട്ട് തിരുമ്മെടുക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഒരു തിരുമലാണ് ഇതിൻ്റെ ഫുൾ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഈ സാധനം നല്ല റെഡിയാക്കി തിരുമ്മി സെറ്റാക്കി ഇതേപോലെ ആയതിനു ശേഷം നമ്മൾ കുക്കറിന് അടച്ച് വെച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു 4 വിസിലങ്ങോട്ട് പിടക്കുക. ഓക്കെ, അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. ഒരു തേങ്ങ എടുക്കുന്നു. നമ്മൾ ആ സാധനം അടിപൊളിയായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ഈ തേങ്ങാക്കൊത്ത് ഉണ്ടല്ലോ ബീഫിൽ, അതൊരു വേറൊരു പ്രത്യേക ഒരു വൈബാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഏറെക്കുറെ സംഭവം പൊളിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലാണ് നമ്മളിന്ന്. നല്ല ചൂടായൊരു പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. അതിലേക്ക് ആദ്യം തന്നെ ഈ അരിഞ്ഞു വെച്ച തേങ്ങാ കൊത്തുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന്, അധികം ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല, ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഏകദേശം ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ചുമന്ന മുളകും കറിവേപ്പിലയും ഇതങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഈ സമയം നമുക്ക് അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടും. അങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ച ബീഫ് ഇതിലേക്ക് തട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതിന് നല്ലോണം അങ്ങോട്ട് തിളച്ചങ്ങോട്ട് സെറ്റായതിന് ശേഷം ഞാൻ അല്പം കറി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 2 ടൈപ്പാണ് ആക്കാൻ പോകുന്നത്, ഒന്ന് കറിയും ഒന്ന് ഡ്രൈ ഫ്രൈയും. ഓക്കെ, അപ്പോൾ കറീൻ്റെ മാറ്റി വെച്ചു. ബാക്കിയുള്ള സാധനം ഇതേപോലെ ഇതിന് കുറച്ച് സമയം എടുക്കും. നല്ല ഇങ്ങനെ ചൂട്ടിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ സോട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അല്പം കരിവേപ്പിലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫൈനലി ഓൾമോസ്റ്റ് ഈ ഒരു കണ്ടീഷനിൽ സാധനം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം തന്നെ ഇത് കാണുമ്പോൾ നോക്കിയേ, എന്താ നല്ല അടിപൊളി ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട്. ഓക്കെ, ഫൈനലി ഗൈസ് ഇതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ചെറിയൊരു ഡെക്കറേഷനൊക്കെ നടത്തി അപ്പോൾ ഇന്നത്തെ ബീഫ് ഫ്രൈയും പ്ലസ് ബീഫ് കറിയും. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.